ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു കോളിഫ്ലവർ സബ്ജി ഉണ്ടാക്കാം, സുക്ക സബ്ജിയായിട്ട്. അതിന് വേണ്ടി ഞാനൊരു പകുതി കോളിഫ്ലവറും ഒരു പൊട്ടറ്റോ, ഒരു ടൊമാറ്റോയും 2 സബോളയും കൂടെ എടുത്തിരിക്കുന്നത്. ഞാൻ ഉപ്പിട്ട വെള്ളത്തിനകത്തോട്ടാണ് കോളിഫ്ലവർ അരിഞ്ഞിടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില സമയം കോളിഫ്ലവറിനകത്ത് ചെറിയ ചെറിയ പുഴുക്കളുണ്ടാകും, നമുക്ക് അത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് നന്നായി എന്നിട്ട് കോളിഫ്ലവറും പൊട്ടറ്റോയും കൂടെ നന്നായി കഴുകിയെടുത്ത ശേഷം ഒരു വലിയ കടയ്ക്കകത്തോട്ട്, ചുവടെ കട്ടിയുള്ള കടയിൽ വേണം. നമ്മൾ ഇതിനകത്ത് വെള്ളം ഒട്ടും ഒഴിക്കുന്നില്ല. അതിനകത്തോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ജീരകവും കടുകും ഇട്ട് 2 പച്ചമുളകും ഇച്ചിരി കരിവേപ്പിലയും ചേർത്ത് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, അതായത് സവള, നമ്മളിട്ട് നന്നായി വഴറ്റിയെടുക്കണം. കാരണം ഇതിനകത്തൊട്ടും വെള്ളം ഒഴിക്കാത്തത് നന്നായി വഴറ്റിയില്ലെങ്കിൽ ഇത് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ട്രാവലിങ്ങിനൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു സബ്ജിയാണ്. അതിൻ്റെ കൂടെ ഇച്ചിരി ഉപ്പിട്ടാണ് ഞാനത് നന്നായി മൂപ്പിച്ചെടുത്ത ശേഷം ടൊമാറ്റോ ചേർത്ത്, ടൊമാറ്റോ മാഷായി കഴിഞ്ഞ ശേഷം ഞാൻ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മസാലകളൊക്കെ ചേർക്കുന്നുണ്ട്, അത് ഡിലീറ്റായിപ്പോയി, സോറിയാ. പിന്നെ മസാലയായിട്ട് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇച്ചിരി ഗരം മസാലപ്പൊടി എല്ലാം കൂടെ ചേർത്ത് വഴന്ന് വന്നപ്പോഴാണ് ഞാൻ കോളിഫ്ലവർ ഇട്ട് വഴറ്റി അടച്ച് വെച്ച് വേവിച്ചു. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ താഴെ നിന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റാണ് വെച്ചിരിക്കുന്നത്. പ്ലേറ്റിൻ്റെ മുകളിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ താഴെ ഇരിക്കുന്നത് കരിയത്തുമില്ല, എന്നാൽ വേവുകയും ചെയ്യും. അങ്ങനെ ആകുമ്പോൾ താഴെ വെള്ളവും ആവത്തില്ല, അത് സുക്കായിട്ട് തന്നെ നന്നായിട്ട് വരും, നല്ലതായിട്ട് ഒലത്തിയതുപോലെ വരും. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ എനിക്ക് പിന്നീട് പിന്നെ ഞാനത് നന്നായിട്ട് 2-3 വട്ടം തുറന്നു ഞാനത് നോക്കി. എല്ലാം വെന്ത ശേഷം ഞാൻ അടച്ച് പിന്നെ ഇതിന് കൊത്തമല്ലി ഇലയും ഇട്ട് അതങ്ങ് ഗാർണിഷ് ചെയ്തെടുത്തു. പിന്നീട് ഞാൻ ബാക്കി വന്ന കൊത്തമല്ലി ഇല ഞാൻ വിചാരിച്ചെന്നാൽ ഒരു ചട്നി കൂടെ ഉണ്ടാക്കി കാണിച്ചേക്കാം. അതിന് വേണ്ടിയിട്ട് 2-3 പച്ചമുളകും ഇച്ചിരി ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി, നാരങ്ങാനീര്, ചാട്ട് മസാല, ഉപ്പ് എല്ലാം ചേർത്ത് നല്ല മഷി പോലെ പേസ്റ്റായിട്ട് അരച്ചെടുത്തു. ഇത് പറ്റിയത് നമ്മൾ ബ്രെഡിൽ പുരട്ടി സാൻഡ്വിച്ച് ആക്കാനൊക്കെ പറ്റിയൊരു ചട്നിയാണിത്. ഇത് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ യൂട്യൂബിൽ ന്യൂ ആയതുകൊണ്ട് എനിക്ക് അധികം സബ്സ്ക്രൈബേഴ്സൊന്നുമില്ല, സപ്പോർട്ട് ഉണ്ടായിരിക്കണം എല്ലാവരുടെയും. ബൈ, ഗുഡ് നൈറ്റ്.